ഈ പോർട്ടിന്റെ ശില്പി എന്ന് പിണറായി വിജയനെ വിശേഷിപ്പിച്ചു വി.എൻ. വാസവൻ. അത്രയങ്ങ് വേണ്ടായിരുന്നു. അത്രയും വേണ്ടായിരുന്നു. കുറച്ച് നമ്മൾ വെറുതെ ആളുകളെ അങ്ങോട്ട് എന്താ പറയുക, പിണറായി വിജയൻ വന്ന് സകലതും ആവില്ല, മോഡി വന്ന് സകലതും ആവും എന്നും സാധാരണക്കാർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന പോലുള്ള ആലങ്കാരികമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ആയുഷ്കാലത്ത് നമുക്കത് കാണാൻ പറ്റിയില്ല. പിണറായിയുടെ ദയ കൊണ്ട് മാത്രം കഴിഞ്ഞു ഗവൺമെൻറ് അല്ലേ. പിണറായി താഴണമെന്ന് വിചാരിച്ചാൽ എന്ന് താഴെപ്പോയി എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ചെയ്താൽ രാജിവെക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ അത് ഭരണാധികാരിയാണ് തീരുമാനിക്കേണ്ടത്. അത് ഭരണാധികാരി തീരുമാനം. ഇന്ന് കേരളത്തിലെ ഭരിക്കുന്ന പിണറായിയാണ്, പാർട്ടി പിണറായിയാണ്, കേരള കൊണ്ട് പിണറായിയാണ്. പ്രതിപക്ഷം പോലില്ലല്ലോ. വി എസിനെ കണ്ടുകൂടായിരുന്നു. വി എസിനെ പറ്റി വെട്ടി നിരത്തൽ വീരൻ. അപ്പോൾ പിണറായി വന്ന സമയത്ത് വി എസ് നിങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യത. ഭാസമൻ കുറച്ചുകൂടി ശുദ്ധനായതുകൊണ്ടും പ്രത്യയശാസ്ത്രപരമായ അസ്ക്യതല്ലാത്തതുകൊണ്ടും ഒരു കോട്ടയംകാരനായതുകൊണ്ടും ഭാസമൻ നല്ല ഭാഷയിലെ വെട്ടി തുറന്നു പോകും. പിന്നെ എന്തിനാണ് ആ ഒരു എം അവിടെ ഇട്ടിരിക്കുന്നത്? പതുക്കെ മാറ്റും, സമയം എടുക്കല്ലോ. പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ ആളുകൾ പാവപ്പെട്ടവർക്ക് അവരെ ചതിച്ചു എന്ന് ഫീൽ വരില്ല. അത് പതുക്കെ മാറ്റാനുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. രാജീവ് ചന്ദ്രശേഖർ ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ പെറ്റി രാഷ്ട്രീയത്തേക്ക് അതീതനായി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്തിനാണ് രാജീവിന് അതിൻ്റെ പ്രധാനമന്ത്രിയുടെ ഇവിടെ വേദി പങ്കിട്ടിട്ടുമാണ് രാജീവിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒഴിവാക്കാമായിരുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രൗഢോജ്വലമായ ചടങ്ങാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. കേരളത്തിന്റെ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഇതുമൂലമുണ്ടാകുമെന്ന് വളരെ കാലം മുന്നേ തന്നെ ഏവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇതിനു പിന്നിൽ ഒട്ടേറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് നാന്ദി കുറിക്കുന്ന പ്രസ്താവനകളും നടന്നു വേദിയിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പരിശോധിക്കാൻ നമുക്ക് ഇതിന്റെ രാഷ്ട്രീയവും വികസനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി നമ്മൾ ഒട്ടേറെ കാലമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. എങ്കിലും അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരു സന്തോഷമുണ്ട് അല്ലേ? സന്തോഷമുണ്ട്. ഹേമാമാലിനിയെ പറ്റി പറയുന്ന പോലെ ഹേമാമാലിനി ഡ്രീം കേടാന്നത് എന്തോന്ന് ഡ്രീം കേൾ, അതിന് വലിയ സന്ദേഹികളാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പത്രക്കാരും രാഷ്ട്രീയക്കാരും ഉപയോഗിക്കുന്ന ചില ടേംസ് അല്ല. സ്വപ്ന പദ്ധതി അങ്ങനെയൊന്നുമില്ല. എല്ലാ പദ്ധതികൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. വിഴിഞ്ഞം കൊണ്ട് അങ്ങനെ വലിയ മാറ്റം നമ്മൾ വിചാരിക്കണ്ട. നിങ്ങളെന്തായാലും പോകുന്നത് മറ്റേ കൊച്ചിയിലെ തുറമുഖം വന്നല്ലോ, അതാണ് കൊച്ചി മാറാൻ പോകുന്നത്. ഇപ്പോൾ നഷ്ടത്തിലാന്ന് പറയുന്നത് കേട്ടത്. അല്ല, കൊച്ചി വന്നതിലൂടെ കൊച്ചി തുറമുഖം കൊച്ചിയിൽ തുറമുഖമല്ല, വിട്ടോടെ തുറമുഖമല്ല, അടുത്തൊരു വല്ലാപ്പണം കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങി. അതിന്റെ ശേഷിയുടെ ഏതാണ് 30% പോലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ഇവിടെയും അതാണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫക്രുദ്ദീൻ അലി എന്ന നിരൂപകന്റെ കണ്ണിൽപ്പെട്ടത് അക്കാര്യങ്ങളാണ്. അങ്ങ് അധ്യാപകനുമാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പലരും ചർച്ച ചെയ്യുന്നുണ്ടാകണം. അതായത് വിഴിഞ്ഞത്തിന്റെ കപ്പാസിറ്റി പൂർണ്ണമായും വിനിയോഗിക്കുവാൻ ഉള്ള സൗകര്യം, അത് റെഡ് ടേപ്പിസം ആണെങ്കിൽ തന്നെയും ഭൗതികമായിട്ടുള്ള സാഹചര്യം ഒരുക്കാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടാണെങ്കിൽ തന്നെയും അതിന്റെ പൂർണ്ണമായിട്ടുള്ള പൊട്ടൻഷ്യൽ നമുക്ക് എപ്പോൾ ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കുമെന്നുള്ള ചോദ്യമായിരിക്കും അങ്ങ് ഉദ്ദേശിക്കുന്നത്. 30 വർഷമെങ്കിലും കഴിയും പൂർണ്ണമായ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. വിഴിഞ്ഞം തുറമുഖം ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ്. പക്ഷെ അത് വിചാരിച്ച് ഈ അടിമുടി മാറ്റം വരുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വെറുതെ ആളുകളെ അങ്ങോട്ട് എന്താ പറയുക, പിണറായി വിജയൻ വന്ന് സകലതും ആവില്ല, മോഡി വന്ന് സകലതും ആവും എന്നും സാധാരണക്കാർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന പോലുള്ള ആലങ്കാരികമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ആയുഷ്കാലത്ത് നമുക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ നടുവിലുണ്ട്. അപ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അത് പരിതാപകരമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഷ വന്ന പെറ്റി പൊളിറ്റിക്സ് ആണ്. ഓൾ ആർ പ്ലേയിങ് പെറ്റി പൊളിറ്റിക്സ് ഓവർ വിഴിഞ്ഞം. വിഴിഞ്ഞത്തിൻ്റെ ബേസിക് സംഭവമാണ്. ആദ്യത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് SCPക്കാണ്. SCP ആണ് ശരിക്കും 1944 മറ്റോ ഒരു ഹൈഡ്രോഗ്രാഫറെ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരുന്നു, സാധ്യതാ പഠനം നടത്തുന്നു, വിഴിഞ്ഞം തൊട്ട് ഇവിടുന്ന് അന്ധകാരനായ വരെയുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുന്നു. അവിടെ വിഴിഞ്ഞമാണ് ഒരു തുറമുഖത്തിന് പറ്റിയ സ്ഥലം എന്നുള്ള ഒരു പ്ലാൻ വരുന്നു. എന്നിട്ട് വിഴിഞ്ഞത്ത് നിന്ന് കപ്പൽ ചാല് കയറിയിട്ട് കപ്പലുകൾ നമ്മൾ വെള്ളാനി ലേക്കിലേക്ക് വന്നിട്ട് അവിടെ ഡോക്ക് ചെയ്യാനുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റായിരുന്നു SCPയുടെ. അതെ, ആ പ്രൊജക്റ്റ് പിന്നെ അത് 47 ഇന്ത്യയുടെ ഭാഗമായതോട് കൂടിയിട്ട് ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് MB രാഘവൻ, ഇതിൻ്റെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ടൈഡൽ എനർജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് വയലും വീടിൽ ആകാശവാണി പരിപാടി മ്യൂസിക് തുടങ്ങിയിട്ട് വയലും വീടും പരിപാടിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ടൈഡൽ എനർജി എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ രീതിയിൽ എനർജി പ്രൊഡക്ഷൻ നടന്നിട്ടാണ് പിന്നെ ഞാൻ കേട്ടത്. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആ സാധനം ഉണ്ടല്ലോ, ആ ഏജിലുള്ള ആൾക്കാർ യുവവാണി വയലും വീടും അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ. അപ്പം ഈ ടൈഡൽ എനർജി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പഠനം നടത്തിയതാണ് പ്രധാനപ്പെട്ട ഹൈഡ്രോഗ്രാഫർ ആയിട്ടുള്ള രവീന്ദ്രൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നു. അപ്പോൾ ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള പോർട്ടിൻ്റെ സാധ്യതകൾ അദ്ദേഹം പറയുന്നു. അങ്ങനെയാണത് MB രാഘവനാണ് ആദ്യമായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പം ഇവിടുത്തെ 5 വർഷം കഴിയുമ്പോൾ ഗവൺമെൻറ് മാറി വരുമല്ലോ.
അങ്ങനെ വന്നപ്പോൾ പിന്നെ അടുത്ത നായനാർ ഗവൺമെൻറ് അത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നായനാർ ഗവൺമെൻറ് കഴിയുന്നു. പിന്നെ അത് അവിടെ അങ്ങനെ കിടക്കുകയാണ്. പല പല പ്രശ്നങ്ങളുണ്ട്. അവിടെ ലാറ്റിൻ കത്തോലിക്ക കമ്മ്യൂണിറ്റി പ്രധാനമായും മീൻ പിടിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ പ്രധാനപ്പെട്ട തുറമുഖമാണ്. തിരുവനന്തപുരത്ത് നല്ല മീനുകൾ എന്താ ഇവിടെ കിട്ടുന്ന സാധനം വാളാപ്പര, നല്ല ടേസ്റ്റുള്ള സാധനം, അതിൻ്റെ വെള്ളപ്പാര, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമൊക്കെയാണത്. അപ്പോൾ നമുക്ക് അതുപോലെ ഇത് മീൻ കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ പ്രശ്നം അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഒരു പ്രശ്നമുണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്ത് വന്നാലും മുടക്കുക എന്നുള്ളതാണ്. മക്കളെ ഫ്രീ ആയിട്ട് 5 കിലോ അരി എല്ലാവരും വീട്ടിൽ, അതിലെന്തോ ഒരു ഗൂഢാലോചന, അന്നത്തെ അതിൽ അമേരിക്കയുടെ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട്, അരിയിൽ എന്തോ ഒരു സാധനം അവർ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുടക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നീങ്ങി പിന്നെ വിജയകുമാർ ഇടയ്ക്ക് മന്ത്രിയായ സമയത്ത് അദ്ദേഹം അത് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത്, തിരുവനന്തപുരംകാരൻ തന്നെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് ബോധം പേരുള്ള രാഷ്ട്രീയക്കാരനാണ് വിജയകുമാർ. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയത്ത് അതിശക്തമായ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു വിഴിഞ്ഞം പോർട്ടിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ തീരുമാനം എടുക്കുന്നതും കരാർ ഒപ്പിടുന്നത്, ടെൻഡർ വിളിക്കുന്നത്, കരാർ ഒപ്പിടുന്നതൊക്കെ ഉമ്മൻചാണ്ടിയാണ്. അതെ, കാരണം അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു ശക്തമായ പ്രതിഷേധവും അല്ലെങ്കിൽ പ്രചരണവും അന്ന് നടത്തിയിരുന്നു. 6000 കോടിയുടെ അഴിമതിക്കാണ് ഇവിടെ തുറക്കമിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതാണ് പഴയ CPM ഉപേക്ഷിക്കുമ്പോൾ ഒന്നുമല്ല, അത് പിന്നെ ഈ ശീലങ്ങളിൽ നിന്ന് മാറാൻ പറ്റാത്തതിൻ്റെ അസ്ക്യത കൊണ്ടാണ്. അതല്ലാതെ ഒരു അസൂയ കൊണ്ട്, അസൂയല്ല, പിണറായിയുടെ ദയ കൊണ്ട് മാത്രം കഴിഞ്ഞു ഗവൺമെൻറ് അല്ലേ. പിണറായി താഴണമെന്ന് വിചാരിച്ചാൽ എന്ന് താഴെപ്പോയി എന്ന് വിചാരിച്ചാൽ പറയുന്നു. 2 ആളുകളുടെ ഭൂരിപക്ഷം, അതും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ മാറ്റി തല്ലിപ്പൊളി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് ആ ഇലക്ഷൻ അറിയാലോ അല്ല അന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദന് തുടർ ഭരണം കിട്ടാതിരിക്കാൻ വേണ്ടി സ്വയം തോറ്റുകൊടുത്തു എന്നൊക്കെ. ഇടതുപക്ഷത്തിന് നാച്ചുറൽ ആയിട്ടുള്ള തുടർഭരണം, അതായത് മറ്റ് ഗിമ്മികൾക്കും തുടർഭരണം VSന്റെ സമയത്തായിരുന്നു കിട്ടുക. അന്ന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പല രീതിയിൽ പ്രധാനപ്പെട്ട എല്ലാ സമുദായങ്ങളെയും പിണക്കി കളഞ്ഞു പല പ്രസ്ഥാനങ്ങൾ. അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം VSന്റെ കയ്യിലുണ്ട്. VSന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രധാനപ്പെട്ട സമുദായ നേതാവിനെ അദ്ദേഹം വിളിച്ചു വരുത്തി VSന്റെ ഓഫീസിൽ ഇരുത്തിച്ച്. അപ്പം പെട്ടെന്ന് അപ്പോൾ അദ്ദേഹം വന്ന എല്ലാവരും പെട്ടെന്ന് കാണുന്നതാണ്. 1 മണിക്കൂർ ഇരുത്തിച്ചു. എന്നാൽ ഇങ്ങനെയുടെ ഉള്ളിൽ കുറേ മറ്റേ സാധനം കിടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പല രീതിയിൽ VSും വെറുപ്പിച്ചു, പാർട്ടി സെക്രട്ടറിയും വെറുപ്പിച്ചു. ആ സമയത്താണ് മറ്റേ നികഷ്ടജീവി പ്രയോഗമൊക്കെ ഉണ്ടായത്. പിന്നെ പ്രവാചകൻ്റെ എന്താണ് ബോഡി വേസ്റ്റ് എന്നുള്ള, അങ്ങനെ എല്ലാവരും വെറുപ്പിച്ചു. എന്നിട്ട് പോലും അന്ന് കൃത്യമായിട്ടുള്ള രഹസ്യാന്വേഷണ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വിവരം ഉണ്ടായിരുന്നു, സർക്കാർ തുടരും അല്ലെങ്കിൽ കൃത്യമായി ഭൂരിപക്ഷം ലഭിക്കുമെന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ആ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താനും വേണ്ടി ശ്രമിച്ചു ചിലരൊക്കെ ആ പാർട്ടിക്കുള്ളിൽ നിന്ന്. അല്ല, അതൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ സ്ഥാനാർത്ഥികളെ ഉദാഹരണമായിട്ട് തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ സിറ്റിംഗ് MLA-മാരെ മാറ്റി, എന്നിട്ട് അത്ര കഴിവില്ലാത്ത ആളുകൾ എന്നിട്ട് ജയിച്ച് തോറ്റ 500 വോട്ടിന് 600 വോട്ടിനൊക്കെയാണ് കൂളായിട്ട് ജയിക്കാൻ പറ്റിയത്. തൃശ്ശൂരാണ് ബേസിക്കലി, തിരുവനന്തപുരമാണ് ആര് ജയിക്കണം തീരുമാനിക്കുന്നത്. ഇപ്പോൾ 2016 ചെയ്ത പോലെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി അന്ന് 110 സീറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. പിണറായിയുടെ ഔദാര്യം കൊണ്ട് വന്ന സർക്കാർ, പിണറായി മാത്രം നിലനിർത്തിയ സർക്കാരാണ്, പിണറായിയുടെ ഔദാര്യം കൊണ്ട് മാത്രം സർക്കാർ. അതിനൊരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ മാനവും പറഞ്ഞു, ഞങ്ങൾക്കറിയാം വലിച്ചു താഴണ്ട. പക്ഷെ ഉമ്മൻചാണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് പണിഞ്ഞു. ഇവരൊക്കെ ചില കേസിലൊക്കെ TP കേസൊക്കെ ബന്ധപ്പെട്ട് കൊടുക്കാൻ ശ്രമിച്ചു. അന്നപ്പോഴാണ് മാണി സാറിനെ വെച്ചുകൊണ്ട് ഒരു ഇടക്കളി കളിക്കാൻ ശ്രമിച്ചത്. അത് VC ജോർജും പിന്നെ രമേശ് ചെന്നിത്തലയും കൂടി അത് വലിച്ചിട്ടു എന്നാണ്. അല്ല, VC ജോർജല്ല, രമേശ് ചെന്നിത്തല അത് വലിച്ചിട്ടു എന്നാണ് ആര് പറയുന്നത്. പിന്നെ ഇൻഡയറക്റ്റ്ലി മാണി സാർ സൂചിപ്പിച്ചു, കിങ് പിൻ എന്നുള്ള വാക്ക് അങ്ങനെയാണല്ലോ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വല്ല സംഭവമായത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കി. അദ്ദേഹത്തിന് അന്ന് കോൺഗ്രസിന്റെ സെൻട്രൽ ലീഡർഷിപ്പിന് പോലും താല്പര്യമാണ്, അദാനി അവർക്ക് താല്പര്യമില്ലല്ലോ. അതിനെ മറികടന്നുകൊണ്ട്, അതായത് കോൺഗ്രസിനെ പോലും മറികടന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത്രയും വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് അതിന് അദ്ദേഹത്തിന് വലിയ വിലയും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായി പലരും സൂചിപ്പിക്കാറുണ്ട്. സങ്കടപ്പെടുകയും വേണ്ട. ഇത് ഭരണം എന്ന് വെച്ചാൽ ഒരു തുടർച്ചയാണ്. ഭരണം വെച്ചാൽ തുടർച്ച. ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഈ ഉദ്യോഗസ്ഥന്മാരാണല്ലോ കാര്യങ്ങൾ തീരുമാനം. KM എബ്രഹാം മാണി സാറിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. എന്താണ് എബ്രഹാമിന്റെ പ്രത്യേകത? എബ്രഹാം ഒടുക്കത്തെ ബുദ്ധിയാണ്. റവന്യൂ ഈ പറയുന്ന എന്നുണ്ടല്ലോ, എന്താ പറയുക, അക്കൗണ്ടിങ്ങിൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് മറ്റാണ്. അദ്ദേഹമാണ് ഗവൺമെന്റിനെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് ആവശ്യത്തിന് പൈസ പോലും ഇല്ല, അവിടുന്ന് മാനേജ് ചെയ്തും കാര്യങ്ങളും. ഞാൻ മനസ്സിലാക്കിയ സെൻട്രലിൽ നിന്ന സമയത്ത് വലിയ ചില കമ്പനികളുടെ ഫ്രോഡ് കണ്ടുപിടിച്ച് അവരെ പൂട്ടിപ്പിച്ച ആളാണ് KM എബ്രഹാം. നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയ ആളൊന്നല്ല. അപ്പം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് ഗവൺമെന്റിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഉദ്യോഗസ്ഥനെ വിളിച്ചില്ല എന്ന് പറയുന്നില്ലല്ലോ, അതുപോലെ തന്നെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ ആ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന വലിയ തോതിൽ ഇപ്പം നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും മോഡിയുടെ ഗവൺമെൻറ് വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു.
ആ സമയത്ത് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി കൽപ്പിക്കപ്പെട്ട ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. അതെ മാത്രമല്ല CPM-ന്റെ ഈ പറയുന്ന കണ്ടതിന് മൊത്തം ഉടക്കിടുന്ന സ്വഭാവം പിണറായി കുറെ മാറ്റിയെടുത്തിരുന്നു. അല്ലേ നടക്കുകയല്ല. CPM ഉടക്കിടണമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? പറ്റിയല്ല. CPM ഉടക്കിടണമെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു പരിപാടി നടത്താൻ നിങ്ങൾ പറ്റിയല്ല. പിണറായി അത് കുറെ മാറ്റിയെടുത്തിരുന്നു. പിന്നെ മറ്റേ പേരിന് നടത്തിയിട്ടുള്ള ചില എന്താണ് സംവിധാനങ്ങളാണ്. അല്ല ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും ക്ഷണിക്കാത്തതോ അല്ല, അദ്ദേഹത്തിന്റെ പേര് ഡ്യൂ റെസ്പെക്റ്റോട് കൂടി കൊടുക്കേണ്ടത് മാന്യതയാണ്. ആ മാന്യത ഉണ്ടായില്ല. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ പെറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു തുടർച്ചയാണ്. അപ്പൊ തുടർച്ചയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പറയുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം കൊടുക്കണം. ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇത് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വരുന്ന ഐഡിയ അല്ല. ഉമ്മൻചാണ്ടി സാറിന്റെ തലയിലോ അല്ലെങ്കിൽ ഇപ്പോഴും മുഖ്യമന്ത്രി തലയിലോ VS-ന്റെ തലയിലോ അങ്ങനെ ഒരു ഐഡിയാസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അവരുടെ നാട് ഇപ്പൊ കണ്ണൂര് അല്ലെങ്കിൽ പുതുപ്പള്ളിയുടെ അങ്ങനെ ചില സാധനങ്ങൾ ആരെങ്കിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ നല്ല മിടുക്കന്മാരായിരിക്കുമല്ലോ, അവർ പറഞ്ഞു കൊടുക്കും സാർ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, നമുക്കത് ചെയ്തു നോക്കാം. അവർ തന്നെയാണ് അതിന്റെ പിന്നിൽ കളിക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരെ ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതൊരു തുടർച്ചയാണ്. പക്ഷേ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ പൊതുവേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെല്ലാവരെയും നമ്മൾ ഓർക്കണം. പൊളിറ്റീഷ്യൻ ആകുമ്പോൾ പൊളിറ്റീഷ്യൻ ഓർക്കണം, ഉദ്യോഗസ്ഥനാകുമ്പോൾ ഉദ്യോഗസ്ഥൻ ഓർക്കണം. അതൊരു മര്യാദയാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ പെട്ടി പൊളിറ്റിക്സിന് ഉപരിയായി ചിന്തിക്കുന്നതിന്റെ ഒരു ഗുണമാണ്. പക്ഷേ രാജീവ് പോലും പെറ്റി പൊളിറ്റിക്സിന് ഭാഗമാവുന്ന നമ്മളിപ്പം കണ്ടത്. രാജീവ് അടക്കം എതിരിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? അദ്ദേഹം അങ്ങനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഒരാൾക്ക് അങ്ങനെ കയറിയിരിക്കാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമാണ്. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. നിങ്ങളൊന്ന് പോയി പിടിച്ചു പോയ SPG പിടിച്ച് ഉരുട്ടി മൂലയിലിടും. അങ്ങനെ ഓക്കെ, അതാണ് അതിന്റെ ഒരു വാസ്തവം. അതിനെ ഇപ്പൊ ട്രോൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ച് 2 ദിവസം വേറൊരു സംഭവം, നേരെ മറിച്ച് മറ്റൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. സ്വന്തം കുടുംബാംഗങ്ങളെ കൊണ്ട് വളരെ മർമ്മപ്രധാനമായ ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുക, ഈ വിഴിഞ്ഞത്തിന്റെ തന്നെ പദ്ധതി പ്രദേശത്ത് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് വരാം, പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ചെറുമകനും ഒക്കെ തന്നെ എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് വേണ്ടാന്ന് ഭരണഘടന എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്താൽ രാജിവെക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പം അത് ഭരണാധികാരിയാണ് തീരുമാനിക്കേണ്ടത്. അത് ഭരണാധികാരി തീരുമാനം. ഇന്ന് കേരളത്തിലെ ഭരിക്കുന്ന പിണറായിയാണ്, പാർട്ടി പിണറായിയാണ്, കേരള ഐസിക്കളുടെ പിണറായിയാണ്. പ്രതിപക്ഷം പോലും ഇല്ലല്ലോ കേരളത്തിൽ. പക്ഷേ എല്ലാത്തിനും ഒരു രീതിയുണ്ട്. ആ രീതി അത് മൂപ്പര് പിണറായിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിനെയും കാലം നിങ്ങൾ പറയുന്ന ഈ മിഡിൽ ക്ലാസ് മര്യാദ അദ്ദേഹം പാലിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആ രീതികളുണ്ട്. നിങ്ങളെല്ലാവരും വിമർശിച്ചു. ഇവിടെ നിന്ന് മീഡിയ സിൻഡിക്കേറ്റ് ആയിരുന്നല്ലോ എല്ലാ പത്രങ്ങളിലും. പിണറായി അത് ചെയ്തു, പിണറായി അവസാനം എന്ത് ചെയ്തു? അവസാനം പിണറായി ആയി കേരളത്തിലെ പാർട്ടിയുടെ മുഖം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും പിന്നെ അല്ല അതിപ്പോ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നതും എഴുതുന്നതും ഓരോ മുഖ്യമന്ത്രിയുടെ ചെയ്തികളുടെ ഫലമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ചെയ്തികളുടെ ഫലമായിരുന്നു എഴുതിയത്. പിണറായി ലാവ്ലിംഗ് കേസ് ഇപ്പൊ എന്തായി? BJP-കാർ എല്ലാവരും പറഞ്ഞു. ഇപ്പൊ ലാവ്ലിംഗ് കേസ് എന്താ എടുക്കാത്തത്? അത് പത്രക്കാരുടെ കുഴപ്പമോ ഒന്നും അല്ലല്ലോ. അല്ല പത്രക്കാർ അല്ലേ, നിങ്ങൾ ഇത്ര മാത്രം എഴുതിയിട്ട് എന്ത് സംഭവിച്ചു? എഴുതുക എന്നുള്ളത് എന്നും നടന്നിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും നടന്നിട്ടുണ്ട്. എഴുതുക എന്നുള്ളത് നിങ്ങൾ ആരെ എതിർക്കുന്നു അവർ വളരും. കരുണാകരൻ ഒരാൾ നിങ്ങൾ പത്രക്കാർ കണ്ടുകൂടെ? കരിങ്കാലി എന്ന് വിളിക്കുക. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഫേസ് ആയി മാറി. പക്ഷേ എഴുത്തിലൂടെയാണ് അദ്ദേഹം താഴേക്ക് ഇറങ്ങിയത്. ഏത് പത്രക്കാരുടെ? അത് പത്രക്കാരെ എഴുത്തൊന്നല്ല, വേറൊരു ഗൂഢാലോചനയായിരുന്നു. ഞാൻ കൂടുതൽ പറയും വന്ന കമ്മ്യൂണലായി പോകും. അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വന്നത്. അല്ല അതിന് വഴിവെച്ചത് ഒരു പത്ര റിപ്പോർട്ടാണ്, അതിൽ യാതൊരു സംശയവും. അല്ല വഴിവെച്ചത് ഒരു പത്ര റിപ്പോർട്ടാണ്. പക്ഷെ നിങ്ങൾ അതിന് മുമ്പ് എന്തൊക്കെ എഴുതി? രാജ്യം കേസിൽ അദ്ദേഹത്തിന് എഴുതിയില്ലായിരുന്നു. എന്ത് സംഭവിച്ചു? എന്തൊക്കെ കേസിൽ എഴുതി? പാമോലിൻ കേസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പാമോലിൻ കേസ് എഴുതി. വല്ല സംഭവിച്ചോ? പിന്നെ കരുണാകരൻ എന്താണ് അതിനുശേഷം സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? കരുണാകരൻ അവസാനം ഈ ചാരവൃത്തി കേസിൽ എന്ത് സംഭവിച്ചു? നിങ്ങൾ എഴുതിയോണ്ടൊന്നല്ല. കരുണാകരൻ അടുത്ത പ്രധാനമന്ത്രി ആവുന്ന നരസിംഹറാവുവിന് ഒരു പേടി വന്നു. അതുകൊണ്ട് നരസിംഹറാവു കഴിഞ്ഞുകൊണ്ട് സംഭവിച്ചതാണ്. പിന്നെ കേരളത്തിൽ ലീഗ് പൊളിറ്റിക്സ്, കേരളത്തിൽ അതുവരെ ജൂനിയർ ആയിരുന്ന ലീഗ് നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ലീഡർഷിപ്പിലേക്ക് വന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് കരുണാകരന് മുന്നിൽ പോയിട്ട് അവരൊരു കാര്യം ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. സീനിയർ നേതാവാണ്. അതിന് പകരം അവർക്ക് ലീഡർ ഉമ്മൻചാണ്ടി ആയിരുന്നു അവരുടെ മനസ്സിൽ. പക്ഷെ ഉമ്മൻചാണ്ടി പെട്ടെന്ന് വരാൻ പറ്റാത്ത ആന്റണീനെ കൊണ്ടുവന്നു. അവർക്ക് അതിൽ ഇച്ഛാഭംഗം ഉണ്ടായിരുന്നു. കുര്യൻ കളിച്ചൊരു കളി അന്ന് അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്, അല്ല നിങ്ങൾ എഴുതിയോണ്ടാണ്. അങ്ങനെയാണ് പിണറായി ഇപ്പോൾ നാട് വിട്ടു പോകണ്ടായിരുന്നു. അപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു കൺവിക്ഷൻ ഉണ്ട്. ആ കൺവിക്ഷനാണ് അദ്ദേഹത്തെ ഇത്ര കാലം നയിച്ചത്. ഇവിടെ പത്രക്കാരുടെ സഹായം കുറച്ചെങ്കിലും കിട്ടിയത് ഒരു ഘട്ടത്തിൽ VS-നാണ്. VS-നാക്കിയതിൽ ഈ മുഖ്യമന്ത്രി ആക്കിയത് നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അല്ലാതെ VS-നെ കണ്ടുകൂടായിരുന്നു. VS-നെ പിന്നെ വെട്ടി നിരത്തൽ വീരൻ. അപ്പത്തെ പിണറായി വന്ന സമയത്ത് VS നിങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യനായി. ഇനി നരേന്ദ്രമോദിയുടെ അത് VS സ്വീകാര്യനായത് അതിന് മുന്നെയാണ്, ഒട്ടേറെ മുന്നെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും സ്വീകാര്യനായിരുന്നു. അദ്ദേഹം ഇത്രയേറെ അധപതിക്കപ്പെട്ട രീതിയിലേക്ക് വിശേഷിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലല്ലേ? എപ്പോ വെട്ടി നിർത്ത സമയത്ത് എന്തൊക്കെയായിരുന്നു? അതിനുശേഷം പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ വരുന്നു. പിണറായി വിജയൻ എന്ന സമയത്ത് പിണറായി വിജയൻ നിങ്ങളൊന്നും ആ രീതിയിൽ ഗൗനിക്കുന്നില്ല.
ഗവനിക്കുന്ന സമയം നിങ്ങൾക്ക് എപ്പോഴും വേണം കറുപ്പ് ഒരു ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് റൊട്ടീൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് പിണറായി വിജയനായി ബ്ലാക്ക്. ഇപ്പൊ നിങ്ങൾക്കൊരു അപ്പത്തൊരു അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ അത് തിരുത്തുമായിരുന്നു, അല്ലെങ്കിൽ തിരുത്തപ്പെടുമായിരുന്നു. അങ്ങനെ ആർക്കും ആരെയും അടച്ചാക്ഷേപിച്ച് തകർക്കാനാവില്ല ഒരു കാലഘട്ടത്തിന് അപ്പുറത്തേക്ക്. പക്ഷേ ഇത് എന്നും എപ്പോഴും ഒരാളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ അറിയാതെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പോകുന്നതാണ്. ആർക്കും അത് എന്താണ് ചില കാര്യങ്ങൾ എക്കാലം നമുക്ക് മൂടി വയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്നതാണ്. അതൊരു ശീലമായി പോയി. പിണറായിസം കേരളത്തിന്റെ ശീലമാണ് ഇപ്പോൾ. എന്തൊക്കെയാണ് പിണറായി മാറ്റിയെന്ന് വെച്ചാൽ ആദ്യം കരുണാകരനാണ് ഇത് മാറ്റിയത്. അതായത് കൃത്യമായിട്ട് സാമുദായിക അടിസ്ഥാനത്തിൽ ആളുകളെ നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുക, അത്തരം മുന്നണികൾ ഉണ്ടാക്കുക, അത്തരം പിന്നെ ആളുകളെ കൊണ്ടുവന്നതിന് മുന്നിൽ നിർത്തുക. ഇത് കരുണാകരനാണ് ചെയ്തത്. CPM ചെയ്തിട്ടില്ലായിരുന്നു. പിണറായി വളരെ കൃത്യമായിട്ട് വീണ ജോർജ് അങ്ങനെ ഉള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നു, കൃത്യമായ ആളുകളെ പ്ലേസ് ചെയ്യുന്നു. ഈ മന്ത്രിസഭയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ ശരിക്കും വീട്ടിൽ പോയി കാണുന്നു, ജന്മദിനത്തിന് അവരെ പോയി ആദരിക്കുന്നു. ഇതൊന്നും പണ്ട് CPM ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരെയും ഹാപ്പിയായി നിർത്തുന്നു. ഹാപ്പിയായി നിർത്തുന്നതിൻ്റെ ഫലം എന്താണ്? തുടർഭരണം വരുന്നു. തുടർഭരണം വരുന്നതിൻ്റെ ഗുണം എന്താണ്? കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു. LDF ഉണ്ടായ ദോഷം എന്തായിരുന്നു? ലിക്വിഡ് മണി ഇറങ്ങില്ലായിരുന്നു പണ്ട് ഇവരുടെ കടുംപിടുത്തം കൊണ്ട്. VS ഇങ്ങനെ മോഹം പിടിച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റർ അങ്ങോട്ട് ഗതിച്ചില്ലല്ലോ. ഇപ്പം അങ്ങനെയല്ല. കോൺഗ്രസ് കരുണാകരനെ പോലെയാണ്, കരുണാകരൻ്റെ ഗവൺമെൻറ് പോലെയാണ്. ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആക്കിയുള്ള ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ തുടർച്ചയായി നടക്കുന്നു. കാര്യങ്ങൾ സാധാരണക്കാർക്ക് വലിയ കുഴപ്പമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ദേ ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതിനു മുൻപ് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സം നിർത്തിയ, അല്ലെങ്കിൽ അതിനെയൊക്കെ തടഞ്ഞു നിർത്തിയ ഒരു ഭരണാധികാരി കേരളത്തിന് മുമ്പുണ്ടായില്ല. ഭരണാധികാരി ഒന്നല്ല, ജനങ്ങൾ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചിട്ട് പ്രാദേശികമായി നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ലിജോ അല്ല ഇവിടെ നമുക്ക് കേരള കൗമുദി തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് പ്രഷറിലൂടെയാണ് കടന്നുപോയത്? അല്ല, അടിയന്തരാവസ്ഥ കാലത്തെ നമുക്ക് മാറ്റി നിർത്താം. അത് ഓക്കെ, അതൊക്കെ നമുക്ക് മുന്നേ നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഭരണാധികാരി എന്ന് ഉദ്ദേശിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് നേരെ ഒരു പ്രാദേശിക തലത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് നേരെ താഴെത്തട്ടിലേക്ക് പോകാം, ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലേക്ക് പോകാം. ഒരു പദ്ധതി നടപ്പിലാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് പാർട്ടിക്കാരല്ല എങ്കിൽ വളരെയേറെ നേരിടും. അത് മുമ്പായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെയൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് കൃത്യമായ നിർദ്ദേശം പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലായി. മുമ്പ് LDF ഭരിക്കുന്ന സമയത്ത് ഇപ്പോ എന്താണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ സമരങ്ങളിലും പ്രകടനങ്ങളിലും പങ്കെടുക്കാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. അത് ചെറിയ ഇതിൽ വലുതുണ്ടാവും. നിങ്ങളുടെ അച്ഛനും അമ്മയോടൊക്കെ ചോദിച്ചാൽ മതി. മിക്കവാറും നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുക, അവരൊക്കെ CPM സാധ്യത. അന്നൊക്കെ കൃത്യമായി എനിക്ക് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഭീഷണിയുടെ സ്വരം എപ്പോഴും ഉണ്ട്. അതാ പറഞ്ഞത്. അതിപ്പം കുറവാണ്, താരതമ്യേന ഇപ്പം കുറവാണ്. പിണറായി വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ആളുകളെ വെറുപ്പിക്കരുത്. പണ്ടത്തെ കാലമല്ല, ആളുകളെ വെറുപ്പിക്കരുത്. മുമ്പതല്ല. ഇപ്പൊ കൃത്യമായി പാർട്ടിയുടെ കത്തും കാര്യങ്ങളും കൊണ്ടുപോയ കാര്യം നടക്കായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ റിയാസിനെയോ അല്ലെങ്കിൽ രാജീവിൻ്റെ ഒക്കെ ശ്രദ്ധപ്പെടുത്തി കൃത്യമായ നടപടി വരുന്നുണ്ട്. ഞാൻ 100 എക്സാമ്പിൾ അങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ 10 എക്സാമ്പിൾ ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ ഈ പാർട്ടിയായിട്ട് വലിയൊരു ശരിക്കും ഈ പാർട്ടി ശത്രുക്കളുടെ കുടുംബത്തിൽ വന്ന ഒരാളെ, പിന്നെ SFI ആയിട്ട് വന്നുള്ളതുകൊണ്ട് കുറച്ചൊരു സ്നേഹം അവരോട് മുമ്പുണ്ടായിരുന്നേ ഉള്ളൂ. 100 ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പം കുറച്ചും കൂടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ നന്നായിട്ടുണ്ട്. ഈ മസിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് പാർട്ടിക്കാരനല്ലാത്തവരും വീട് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ മുടക്കാമെന്ന് ആലോചിക്കുക. റോഡിന് ഇത്ര വിട്ടില്ല, റോഡിന് അത്ര വിട്ടില്ല. ഇപ്പം ഒരു ഭേദമാണ്. അതിൻ്റെ ഗുണം കിട്ടാനുണ്ട്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ എങ്ങനെയാണ് ജയിക്കുന്നത്? തൃശ്ശൂരൊക്കെ ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ഇവർക്ക് ബുദ്ധിമുട്ട്. ക്രിസ്ത്യൻ മേഖലകളും മുസ്ലിം മേഖലകളിലായിരുന്നു. ക്രിസ്ത്യൻ മേഖലകൾ വേറൊരു കാര്യം ഞാൻ പറയാം. പണ്ടായാലും ഇപ്പോഴായാലും ഏത് ഭരണകൂടം വന്നാലും പണം ഉണ്ടെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ പലപ്പോഴും വഴിവിട്ട് നീങ്ങിയിട്ടുണ്ട്. പല പദ്ധതികളും അത് ഈവൻ വയൽ നികത്തുന്നതിനാണെങ്കിൽ തന്നെയും പുഴ നികത്തുന്നതിനാണെങ്കിൽ തന്നെയും നടന്നിട്ടുണ്ട്. അല്ലല്ല, നായനാരുടെ കാലഘട്ടത്തിൽ VS സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നിങ്ങളോട് കേസ് വന്നു. ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർ, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഒരിക്കൽ പാലക്കാട് ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള 1-2 കോൺട്രാക്ടർമാരെ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹം ട്രെയിൻഡ് ആയിട്ടുള്ള അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് VS അതിനാട് എടുത്ത് തന്നു. അതിനൊക്കെ ഇദ്ദേഹത്തെ അറിയാം, രണ്ടുപേരും നമ്പ്യന്മാരാണല്ലോ. അപ്പോൾ ഇതിനോട് എന്താണെന്ന് അല്ല സാറേ, വന്നിരിക്കുന്ന 2 പേരും സുഷമാൻ ചെന്ന് അന്നെ എനിക്കറിയാലോ. അപ്പോൾ വന്നിരിക്കുന്ന 2 പേര് ചില പ്രശ്നക്കാരാണ്. എടോ അതൊക്കെ നമുക്കറിയാം, നമ്മളെ പിള്ളേർ നമുക്ക് അതിന് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ആരും അകത്ത് കയറ്റി വിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ആ പാർട്ടിക്ക് പണ്ട് അതിനുള്ള സിസ്റ്റവും കാര്യങ്ങളും അങ്ങനെയുണ്ട്. പക്ഷെ പണ്ട് കുറച്ചുകൂടി ഡോഗ്മ ഉണ്ടായിരുന്നു. അവരുടെ ആളുകളെ പോകുമ്പോൾ പൈസക്കാരെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കാർക്ക് എന്താ ഭൂതത്തെ കണ്ട പോലെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ പൈസക്കാർക്ക് നല്ല സ്വീകരണമൊക്കെയാണ്. നമുക്ക് വിഴിഞ്ഞത്തിലേക്ക് വരാം. വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ പറഞ്ഞു ഇത് വഴിമാറിപ്പോയത്
എന്താണ് രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തിയതും. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിഷമം ഭാര്യയും എന്താ മകളും ചെറുമകനും ഒക്കെ തന്നെ എങ്ങനെ പ്രധാനപ്പെട്ട വേദിയിൽ സമയത്ത് അല്ല, ഒക്കെ അതിപ്പോ എത്തി നിങ്ങൾ എന്നുള്ളത്. എന്നോടാണ് ചോദിച്ചെങ്കിൽ എൻ്റെ ഭാര്യയെയും മക്കളും ഒന്നും അങ്ങോട്ട് കയറിയില്ല, ഞാനവിടെ കൊണ്ടുപോയില്ല. അത് ഓരോരുത്തർ ഓരോ അതാണ്. കാര്യങ്ങൾ കാണുന്ന രീതിയാണ്. അതാണ് പക്ഷെ പിണറായി എന്നെ പോലെ അല്ലല്ലോ പിണറായി. ഉം. ഞാനൊക്കെ കുറച്ചും കൂടി ഒരു പല്ലാളങ്ങൊക്കെ ഏറ്റു വളർന്ന ഒരാളായിരിക്കും. പക്ഷെ പിണറായി അങ്ങനെയല്ല. കുട്ടിക്കാലം തൊട്ട് അദ്ദേഹം ഫൈറ്റ് വന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കൺവിക്ഷനാണ് അദ്ദേഹത്തെ ഇവിടെ വരെ എത്തിച്ചത്. ആ കൺവിക്ഷൻ ഇതുവരെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടില്ല. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഒരു പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതും അദ്ദേഹം ചെയ്യാൻ. അദ്ദേഹം അങ്ങനെ ആഗ്രഹം ഇതുവരെ വന്നിട്ടില്ല എന്നും അദ്ദേഹത്തെ ഇത്രയൊക്കെ മതിയെന്ന്. അല്ല, കേരളത്തിന്റെ നേതാവായതുകൊണ്ട് ഇന്ത്യയുടെ നേതാവാകാൻ പറ്റില്ലല്ലോ. അല്ലല്ല, അതിനൊക്കെ വേണം ഒരുപാട് രാഷ്ട്രീയ സാധ്യതകളുടെ കലയല്ലേ. രാഷ്ട്രീയം എന്ന് വെച്ചാൽ സാധ്യതകളുടെ കലയല്ലേ. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? കേരള രാഷ്ട്രീയം എന്ന് വെച്ചാൽ സാധ്യതകളുടെ കലയല്ലേ. അല്ല, രാഷ്ട്രീയ സാധ്യതയുടെ കലയാണ്. മേക്കപ്പും വലിയ കലയാണ്. അതെ, പക്ഷേ രണ്ടിനും വലിയ വലിയ പരിമിതികളുണ്ട്, അല്ല പരിധികളുണ്ട്. പരിമിതികളൊക്കെ പിണറായി വിജയൻ പോലെ നരേന്ദ്രമോദി പോലെയുള്ള ആളുകൾക്ക് ഉണ്ടല്ലോ. ഇവർ രണ്ടുപേരും പ്രത്യേകത എന്താണ്? നിങ്ങൾ പറയുന്ന ഒരു ലീനിയേജിൽ നിന്ന് വന്ന ആളുകളല്ല ഇവർ രണ്ടുപേരും. ഓക്കെ. അവർക്ക് ഇത്രയും വലിയ ഹൈറ്റ്സിൽ എത്താൻ പറ്റും, അവർ പരസ്പരം എത്താൻ പറ്റും. പക്ഷെ ആ രീതി പ്ലാൻ ചെയ്യണം. പിണറായി എനിക്കൊന്ന് കുട്ടിക്കാലത്തെ പ്ലാൻ ചെയ്ത് ഇന്ത്യൻ കേരളത്തിന് മുഖ്യമന്ത്രിയാണോ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം വേറെ രീതിയിൽ പോവുകയായിരുന്നു. അത് ശരി. നിങ്ങൾ കാഞ്ഞ ബുദ്ധിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. പിന്നെ വി എസിനെ പോലുള്ള ഈ അസ്കതയില്ല. വി എസിന്റെ പ്രശ്നം അതായിരുന്നു. അവർക്ക് രണ്ട് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. വി എൻ വാസവൻ കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു വിഷയമാണ്. അതായത് അദാനി സർക്കാരിന്റെ പാർട്ട്ണറാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് പ്രധാനമന്ത്രിയും പറയുകയുണ്ടായി, അതിനുശേഷം സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്, അല്ലെങ്കിൽ ആ ഒരു നയത്തിൽ നിന്നും വ്യതിചലിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് നയത്തിൽ നിന്നും വ്യതിചലിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് മോഡിക്ക് കമ്മ്യൂണിസ്റ്റത്തെ പറ്റി കൂടുതൽ അറിയാവുന്നുണ്ട്. കൂടുതൽ അറിയാൻ നിൽക്കരുത്. ഇവിടെയൊക്കെയുള്ളത് നമ്മൾ സോഷ്യൽ ഡെമോക്രസിയാണ്. സോഷ്യൽ ഡെമോക്രസി ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതിപ്പോൾ വാസവനെ മാത്രം പറയണ്ട. EMS പണ്ട് പറയാതെ പറഞ്ഞെന്താ, ഗോയങ്ക നമ്മുടെ പാർട്ട്ണറാണ്. ഗോയങ്കയ്ക്ക് ഞങ്ങളവിടെ മാവ് ഗോളി അറിയാം, കേട്ടിട്ടുണ്ടാവുമല്ലോ. കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളെ മലിനീകരണമായിട്ട് ബന്ധപ്പെട്ടായും കേട്ടിട്ടുണ്ട്. ഒടുക്കത്തെ ശമ്പളമായിരുന്നു അവിടെ. ഫ്യൂണിന് പോലും ഭയങ്കര ശമ്പളമായിരുന്നു. അപ്പോൾ ഗോയങ്കയ്ക്ക് നമ്മൾ 10 1 രൂപയ്ക്ക് എത്താനാണ് EMS പറഞ്ഞത്. എന്താണ് ഈ ഈറ്റ കൊടുക്കാന്ന്. ആ ഈറ്റപ്പാടങ്ങൾ ഇവിടെ ഈറ്റ കാർഡുകൾ ഇല്ലാതായതിനു ശേഷമാണ് ഗോയങ്ക പിന്നെ തായ്ലാൻഡിലേക്ക് പോയത്. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് ഇന്നും തന്നെ തുടങ്ങിയൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റും, ഇത് സോഷ്യൽ ഡെമോക്രസിയാണ്. അത് അന്നേ ഉണ്ടായിരുന്നു. അതൊന്ന് ഓപ്പണായി പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. വാസവൻ കുറച്ചുകൂടി ശുദ്ധനായതുകൊണ്ടും പ്രത്യയശാസ്ത്രപരമായ അസ്ക്യത ഇല്ലാത്തതുകൊണ്ടും സർവോപരി കോട്ടയംകാരനായതുകൊണ്ടും വാസവൻ നല്ല ഭാഷയിലെ വെട്ടി തുറന്നു പോകും. അല്ല, അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, മൂലധനത്തോടുള്ള എതിർപ്പ്, ഇതൊക്കെ ഇങ്ങനെ മാറ്റി പറയാമെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു എം അവിടെ ഇട്ടിരിക്കുന്നത്? പതുക്കെ മാറ്റും, സമയം എടുക്കല്ലോ. ഇത് പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ ആളുകൾ പാവപ്പെട്ടവർക്ക് അവരെ ചതിച്ചു എന്ന് ഫീൽ വരില്ല. അത് പതുക്കെ മാറ്റാനുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ. പിന്നെ തുറന്ന് പറയുന്ന ഒരു കാര്യം തന്നെ. നിങ്ങൾ ക്യൂബയിലും മറ്റെവിടെയുണ്ട്, ഇവിടെ നോർത്ത് കൊറിയയിലാണല്ലോ പറയാ, അവിടെ മുതലാളിത്തം അടുപ്പിക്കുക. ക്യൂബയിൽ ഓൾറെഡി അടുപ്പിച്ചു തുടങ്ങി. പിന്നെ അവിടെ ഇങ്ങനെ കുടുംബഭരണം വന്ന്, കമ്മ്യൂണിസത്തിൽ എവിടെയാണ് കുടുംബഭരണം? ഇത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പോൾ മുതലാളിത്തം മാത്രമേ ഉള്ളൂ. മുതലാളിത്തം വ്യത്യസ്തരും. മുതലാളിത്തത്തിൽ ഹ്യൂമൻ ഫേസ്, അതാണ് ഇപ്പോഴത്തെ നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസം എന്നോ സോഷ്യൽ ഡെമോക്രസി പറയുന്നത്. ഇതിൽ ലെനിൻ ഏറ്റവും കൂടി എതിർത്ത ഒരാളാണ് സ്കോട്സ്കി. ഭരണകൂടം വിപ്ലവം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആൻഡ് റവല്യൂഷൻ എന്ന് പണ്ട് നമ്മളൊക്കെ SFIക്കാരായ സമയത്ത് ഭയങ്കര വായിച്ച പുസ്തകമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനന്ന് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുമ്പോൾ ജീപ്പ് ക്ലീനറായിരുന്നു. അപ്പോൾ ജീപ്പ് ഇവിടെ കൊണ്ടുവച്ച് ബാലുശ്ശേരി സ്റ്റാൻഡിൽ നിർത്തിയിട്ടു. അപ്പം 10 ജീപ്പ് പോയിട്ടാണ് നമ്മൾ ജീപ്പ് പോവുക. ഞാൻ അവിടെ ആ ഞാൻ ക്ലീനറായ ജീപ്പിൻ്റെ പിന്നെ ഇരുന്നാണ് ഞാനത് വായിച്ചത്. എനിക്ക് ഈ വെക്കേഷൻ സമയത്ത് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നത്. അത് കാശ് കൈ കിട്ടില്ലോ. അപ്പോൾ ജീപ്പിൽ 40 രൂപ 50 രൂപ കിട്ടും. നമുക്ക് സിനിമ കാണാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബാപ്പാക്കൊന്നും ഇഷ്ടമായിരുന്നില്ല, പക്ഷെ ഞാൻ പോവുമായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നാണ് ഈ പുസ്തകം വായിച്ചത്. ആ പുസ്തകത്തിൽ കൃത്യം ഏറ്റവും കൂടെ തെറി വന്ന് സ്കോട്സ്കിയാണ്. അപ്പോൾ ഈ സ്കോട്സ്കി അങ്ങനെ പറഞ്ഞ സാധനമാണ് സോഷ്യൽ ഡെമോക്രസി. അതാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ. അത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പേര് കൊടുത്തു. അതായത് നമ്മൾ ഈ ടാറ്റാനെ പോലെയാണ്. നമ്മൾ ബെൻസിൻ്റെ വണ്ടി കൊണ്ടുവന്നിട്ട് ടാറ്റ അതിൻ്റെ ഈ 3 കാലുണ്ടല്ലോ ബെൻസിൻ്റെ, അത് മാറ്റി എന്നോട് ടാറ്റാൻ്റെ എംബ്ലം ഒട്ടിക്കായിരുന്നു. അതാണ് ബെൻസിൻ്റെ ഷാസി എന്നത്. നിങ്ങൾ കേരളത്തിൽ എവിടെ നോക്കിയാൽ ഇപ്പോൾ ഭാരത് ബെൻസ് എന്ന ബെൻസ് എന്ന സാധനം കാണില്ലായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി കുട്ടപ്പായി മറ്റേ വായുന്നോ സിനിമയിൽ ബെൻസിൻ്റെ ഷാസി ലൈലാൻഡിൻ്റെ ഷാസി ഓടിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ ഞാൻ ആളുകൾ ചോദിച്ചു, ലൈലാൻഡ് ഷാസി എനിക്ക് മനസ്സിലായി, ബെൻസിൻ്റെ ഷാസി എന്താണ്? എന്നപ്പോൾ ഇടയിടെ ഈ ടാറ്റേൻ്റെ ഷാസി ശരിക്കും ബെൻസിൻ്റെ ഷാസിയാണ്. അതുപോലെ നമ്മളിങ്ങനെ സോഷ്യൽ ഡെമോക്രസിൻ്റെ മുകളിൽ നമ്മളൊരു കമ്മ്യൂണിസം എന്നുള്ള സാധനം ഒട്ടിച്ചല്ലേ. ഇത് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം തന്നെയാണ്. ശരിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി എന്റെ മനസ്സിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നിയതാണ്, ഇത് എന്തിനാണ് ഈ എം ഇപ്പോഴും അച്ഛനോട് അമ്മയും പറയണ്ട, അവർക്ക് വിഷമം. ഒരു പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് വിശ്വസിച്ച ആളുകളാണ്. അല്ല, അത് അങ്ങനെ സംഭവിച്ച ഒരു കാര്യം. നമുക്ക് ഈ തുറമുഖത്തിലേക്ക് വരുമ്പോൾ ഈ തുറമുഖത്തിന്റെ
ടോട്ടൽ പൊട്ടൻഷ്യൽ കേരളത്തിന് എത്രത്തോളം പ്രയോജനപ്രദമാകും എന്നുള്ള ഒരു പ്രായോഗിക തലത്തിൽ കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. തുടക്കം ചർച്ചയിൽ അത് തന്നെയായിരുന്നു. ഈ ഇതിന് ഒരു റോഡ് കണക്ടിവിറ്റി, വലിയ റോഡ്, നമ്മൾ വീതിയുള്ള വലിയ റോഡ് നമ്മൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ. പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് അത് എത്തുന്നില്ല. ഏതാനും കിലോമീറ്ററുകൾക്ക് അകലെ കൂടിയാണ് അത് പോകുന്നത്. അപ്പോൾ ഈ ചെറിയ റോഡിൽ കൂടിയാണ് വലിയ റോഡിലേക്ക് വരേണ്ടത്. ആ ചെറിയ റോഡിൽ കൂടി ഇത്രയും വലിയ കണ്ടെയ്നറുകൾ നമുക്ക് എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് ഒരു പോയിന്റ് തന്നെയല്ലേ. രണ്ട്, റെയിൽ കണക്ടിവിറ്റി. അപ്പം നമ്മൾ ഈ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ നമുക്ക് തുടക്കം മുതൽ ഇതിൻ്റെ വർക്കുകൾ സൈമൾട്ടേനിയസ് ആയി കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഈ റോഡ് റെയിൽ കണക്ടിവിറ്റി, അതിലൂടെ തന്നെ ഈ വിമാനത്താവളത്തിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം പ്രയോജനപ്പെടുത്താമായിരുന്നില്ലേ? അല്ല, അതങ്ങനെ നമ്മുടെ നാട്ടിലെ രീതിയല്ലല്ലോ. അതൊക്കെ സാഹിബ് നമ്മുടെ നാട്ടിൽ ഇനി വരും, ഇനി അങ്ങോട്ട് ഇതൊക്കെ കണക്ട് ചെയ്ത് വരും. ഇതിപ്പോൾ എങ്ങനെ വിഴിഞ്ഞുണ്ടാക്കുക എന്നുള്ളതായിരുന്നു പണ്ട് ശ്രീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കുകയാണ്, കോങ്കണിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഡബിൾ ലൈൻ ആക്കി കൂടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ പിടിച്ചിട്ടാണ് ട്രെയിൻ പോകുന്നത്. പക്ഷേ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ റെയിൽവേയിലെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, എൻ്റെ മോനെ സിംഗിൾ ലൈനെങ്കിലും ആയി കിട്ടിയ ഭാഗ്യം. ഉത്തരേന്ത്യൻ ലോബി ചെയ്ത് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സാധനം കൊണ്ടുവരാന്നുണ്ട്. ഡബിൾ ലൈൻ ആയി കൊണ്ടുവരാൻ നോക്കിയത് അടുത്ത ആൾക്ക് പണിയും തീരുന്ന അവന്മാർ മുടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രധാനം. ഇനി അങ്ങോട്ടല്ല, ഇനി കേരളം മാറി ഇന്ത്യ മാറി അങ്ങനെ വരും. പിന്നെ പിണറായിയും പിന്നെ മോഡിയല്ല, അവർ ഇതൊക്കെ വരുത്തിക്കോളും. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തൂത്തുക്കുടി പോർട്ട് തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മളുടെ വിഴിഞ്ഞം പോർട്ട് വെറും ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് മാത്രമായി മാറിപ്പോകും. അല്ല, അത് മാറും. അത് കുറച്ച് 10-30 വർഷം കൊണ്ട് അതൊക്കെ പതുക്കെ മാറും. അതായത് പെട്ടെന്ന് നിങ്ങൾ ഡ്രീം ഗേൾ എന്നൊക്കെ പറയുന്ന പോലെയാണത്. ഡ്രീം ഗേൾ ഹേമമാലിനെ പോലെ അത് കുറച്ച് കഴിയുമ്പോൾ നിറയൊക്കെ വന്നു തുടങ്ങും എന്ന് പറയുന്ന പോലെ പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ വരും. അത് കുറച്ച് കഴിയുമ്പോൾ അത് ശരിക്കും ഡ്രീം ഗേളായി വരാം. അടുത്ത നമ്മളൊക്കെ പിള്ളേർ വളർന്നു വരുമ്പോൾ അവർക്ക് അതൊരു നമുക്കൊന്നും ഡ്രീം ഗേളല്ല, നമുക്കിപ്പോഴും ഡ്രീം ചെയ്യാൻ മാത്രമേ. അതെ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തേക്ക് റോഡൊക്കെ ഉണ്ടാക്കിയോളൂ. ഇപ്പം തന്നെ നിങ്ങൾ ഈ സിറ്റിയിലെ റോഡുകൾ, റിയാസ് നമ്മളാദ്യം ഈ പറഞ്ഞ ബ്ലോക്കൊക്കെ ഉണ്ടായ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഹേമമാലിനെ കവള് പോലല്ലേ. ഈ ഹേമമാലി ഞാൻ പറയുന്നല്ലേ, ഇതുകൊണ്ട് ഇയാളുണ്ടല്ലോ, എന്തായാലും പേര് ലാലു പ്രസാദ് യാദവ്, അങ്ങനെ പണ്ട് പറഞ്ഞത് ബീഹാറിലെ റോഡുകൾ ഞാൻ ഹേമമാലിനിയുടെ കവള് പോലെ. അപ്പം അന്ന് ഞാൻ സിവിൽ സർവീസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് നമ്മളെല്ലാ പ്രധാനപ്പെട്ട പ്രസ്താവന ഇൻ്റർവ്യൂന്നൊക്കെ ചിലപ്പോൾ ചോദ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അന്ന് ശ്രദ്ധിച്ചോണ്ട് അതിപ്പോൾ മനസ്സിലുള്ളതുകൊണ്ട് പോകുന്നത്. അത് നല്ല സുഖമാണ്. ഇപ്പോൾ വയലക്കാട്ടൊക്കെ വണ്ടി ഓടി എന്ത് സുഖമാണ്. ഇപ്പോൾ ഇതിപ്പോൾ വേറൊന്നും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് ഇതിന്റെ വരുമാനം സംസ്ഥാനത്തിന്, അല്ലെങ്കിൽ ക്രൂയിസ് ഷിപ്പുകളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ടൂറിസം ഡെവലപ്പ് ചെയ്യും. പിന്നെ വേറെ ഇതുണ്ടാക്കുന്ന കൾച്ചറൽ ഷോക്ക് ഉണ്ട്. അന്ന് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട സമയം സെക്സ് ടൂറിസം ഡെവലപ്പ് ചെയ്യും. പിന്നെ മയക്കുമരുന്നുകൾ വരും. ആംസ് ആൻഡ് അമ്യൂണിഷൻ കള്ളക്കടത്ത് നടത്താൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വലിയ ഷിപ്പ് പിന്നെ പോർട്ടുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് വലിയ തോതിൽ കുറവുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. കാരണം ഓൾറെഡി കോവളുള്ളതുകൊണ്ട് ഇതൊക്കെ പല രീതിയിൽ തിരുവനന്തപുരത്തുകാർ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ തിരുവനന്തപുരത്തുകാർക്ക് പറ്റും. പിന്നെ കുറച്ചുകൂടി പോലീസൊക്കെ സംവിധാനം ശക്തിപ്പെടുമ്പോൾ അത് മറികടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ നാട്ടുകാർക്ക് ഇതിൻ്റെ വേസനം ഇപ്പോൾ ഈ ഗുണം കൂടുതൽ കിട്ടുന്നത് ഈ പറയുന്ന ക്രൂയിസ് ഷിപ്പുകളും മറ്റും വരുമ്പോഴാണ്. പിന്നെ ഇവിടെ നല്ല മാനുഫാക്ചറിങ് ഹബ്ബായി കേരളം മാറുന്നു. എങ്കിലാണ് നമുക്ക് ചൈനയുടെ ഏറ്റവും വലിയ ഗുണം. എല്ലാ തുറമുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട് വലിയ മാനുഫാക്ചറിങ് ഹബ്സ് ഉണ്ട്. അപ്പോൾ ആ രീതി വാങ്ങിക്കാൻ നമുക്ക് പെട്ടെന്ന് എക്സ്പോർട്ട് ചെയ്യാനും മറ്റും മാറും. അതേപോലെ 30-35 വർഷം എത്തുമ്പോൾ ഒരു പക്ഷേ ഡ്രീം ഗേളായി മാറി വരാം. ഇപ്പം അതൊരു ഡ്രീം ഗേളെന്നല്ല, ഡ്രീം മാത്രമാണ്. ഓക്കെ. മറ്റൊന്ന്, ഈ പോർട്ടിന്റെ ശില്പി എന്ന് പിണറായി വിജയനെ വിശേഷിപ്പിച്ചു VN വാസവൻ. അത്രയും വേണ്ടായിരുന്നു. ഒന്ന് കുറയ്ക്കായിരുന്നു. പിന്നെ രാഷ്ട്രീയല്ലേ, പിന്നെ വാസവനല്ലേ. വാസവനൊന്നും ഒരു പ്രത്യയശാസ്ത്ര വിശാരദൊന്നും അല്ലല്ലോ, ഒരു സാധാരണ മനുഷ്യനല്ലേ. എറണാകുളത്തേരെ മൂപ്പരനെ ഇപ്പം ഞാൻ പറഞ്ഞത് സജി ചെറിയ രഞ്ജിത്തിനെ വിളിച്ചത് എന്താണ്, ലോക സിനിമയുടെ നക്ഷത്രം അങ്ങനെ വിളിച്ചിരുന്നു. രഞ്ജിത്ത് വേദപ്പെട്ട തിരക്കഥാകൃത്താണ്, കുഴപ്പമില്ലാത്ത സംവിധായകനാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റും. പക്ഷെ വിളിച്ചാരാണ്, അണ്ണൻ ബേബി അല്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ മറ്റൊന്ന്, ശശി തരൂരിൻ്റെ ഇരിപ്പിടം ചർച്ചയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും പോലെ തന്നെ അതും ചർച്ചയായിട്ടുണ്ട്. ശശി തരൂർ മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിലുള്ളവർ ഒരുമിച്ചിരുന്നത് കാണാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ അതിലൊരു സന്തോഷമുണ്ട്. എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശശി തരൂർ ഒരു വേറിട്ട വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിൽ പലരും ചർച്ച ചെയ്യാറുമുണ്ട്. അതെ, ശശി തരൂർ നമ്മുടെ കേരളത്തിലെ മലബാറിലുള്ള ഒരു പൊളിറ്റീഷ്യൻ, ഏറ്റവും വലിയ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന രീതിയിൽ എൻ്റെ പ്രസ്താവന നടത്തും. യാതൊരു കാര്യമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യ മൊത്തം എങ്ങനെയാണ്, ഇന്ത്യക്കാരെന്താ കാര്യത്തിൽ യോജിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യ സഖ്യത്തിൻ്റെ സ്വഭാവമാണ് ഇന്ത്യക്ക്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വഭാവമാണ് കോൺഗ്രസിന് എന്ന് പറയുന്നത്.
ജാതിയും മതവും പ്രദേശങ്ങളൊക്കെ വിഭജിച്ചെടുക്കല്ലേ. അതേപോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇന്ത്യ പോലെ ഒരുമിച്ച് വന്ന നല്ല സന്തോഷം. അല്ല, എനിക്ക് ഇതിൽ ഏറ്റവും വലിയ വിഷമം ഞാൻ ഈ ബഹുമാനിക്കുന്ന 2 രാഷ്ട്രീയക്കാരാണ്. ഒന്ന് കുമ്മനം രാജശേഖരൻ, അങ്ങനെ വ്യക്തി താല്പര്യങ്ങളില്ലാത്ത ഒരാളാണ്. അദ്ദേഹം വെറുതെ ഈ വലിഞ്ഞു കയറി തന്ന ട്രെയിനിൽ കയറേണ്ട ആവശ്യമില്ല. രാജീവ് ചന്ദ്രശേഖർ ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ പെറ്റി രാഷ്ട്രീയത്തേക്ക് അതീതനായി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്തിനാണ് രാജീവിന് അതിൻ്റെ പ്രധാനമന്ത്രിയുടെ ഇവിടെ വേദി പങ്കിട്ടിരുവാണ് രാജീവിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒഴിവാക്കാമായിരുന്നു. ഇതൊക്കെ കലാപമണിയുടെ സിനിമയുണ്ട് 4ാം ക്ലാസ്സും ഗുസ്തി എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലുള്ള ആശയക്കാർക്ക് പറ്റിയ പണിയാണ്. ഇവരൊന്നും ഇതൊന്നും പോരുത്. അവിടെ പോയി ഇരിക്കേണ്ടതില്ലായിരുന്നു. അതെ. ഒരു ആയുധം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. വെറുതെ എന്തിന് ചർച്ചയ്ക്കും പിന്നെ ട്രോളിനും മറ്റും. കാരണം മാത്രമല്ല രാജീവിനൊക്കെ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുന്നതാണ്. അതില്ലാതായി പോകും. അയാൾ വേറെ ശശി തരൂരായി പോകും. എന്തായാലും വിഴിഞ്ഞം കേരളത്തിൻ്റെ സ്വപ്നമാണ്. സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. രാജ്യത്തിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പോഴും നമ്മുടെ ഒരു ഡ്രീമായി തന്നെ തുടരുകയാണ്. ഡ്രീം ഗേൾ ആയിട്ടില്ല. ഒരു 10-30 വർഷം കഴിയണം നമുക്ക് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കേരളത്തിന് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ. അടുത്ത തലമുറയ്ക്കൊക്കെ ചിലപ്പോൾ അത് സാധിച്ചേക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുന്നു. എത്ര വലിയ കപ്പലുകൾക്കും വിഴിഞ്ഞം പോർട്ടിൽ അടുക്കാം, ഗുഡ്സ് ഇറക്കാം. പക്ഷെ ആ ചരക്ക് വന്ന് ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നിലവിൽ ഇതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി തുടരാനുള്ള സാധ്യതയാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള കൂടുതൽ വരുമാനം കേരളത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും കാത്തിരിക്കണം. ഒട്ടേറെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടാനുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്ത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും. നമസ്കാരം.